ഓം ശാന്തി. ഏവർക്കും നമസ്കാരം. ഈസി മെഡിറ്റേഷനിൽ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് മുദ്രകളെ കുറിച്ചാണ്. ധ്യാനം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ഉണ്ടാക്കണമെങ്കിൽ, അഥവാ ബോഡിക്ക് വളരെയധികം എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മുദ്ര അതിനോടൊപ്പം ചേർത്ത് ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും കൈമുദ്രകൾക്കാണ് മെഡിറ്റേഷനിൽ വളരെയധികം പ്രാധാന്യമുള്ളത്. അത് ഹീലിംഗിനെ വളരെയധികം സഹായിക്കുന്നു. അതായത് കൈ വിരലുകൾ 5 തത്വങ്ങളുടെ സ്വഭാവത്തെയാണ്, നമ്മുടെ 5 കൈ വിരലുകളുടെ ടിപ്സിലാണ് 5 തത്വങ്ങളുടെ എനർജി പോയിന്റ് ഉള്ളത്. അപ്പൊ കൈമുദ്രകൾക്ക് അതുകൊണ്ട് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പണ്ടുള്ള മഹർഷിമാരാകട്ടെ, അഥവാ ഇന്നത്തെ പല യോഗ മുറകളിലാകട്ടെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് കൈമുദ്രകൾക്കാണ്. അപ്പൊ ഇവിടെ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള 5 തത്വങ്ങളെ ബാലൻസ് ചെയ്യുകയാണ് ഈ പൃഥ്വിമുദ്രയിലൂടെ, അഥവാ ഈസി മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ 5 വിരലുകൾ, അതായത് ഒന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് അഗ്നി തത്വത്തെ കാണിക്കുന്നു. അതുപോലെ തന്നെ വായു, ആകാശം, ഭൂമി, വെള്ളം. ഈ 5 തത്വങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിന്റെ ആധാരത്തിൽ വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതില് ഈസി മെഡിറ്റേഷനിൽ പ്രധാനമായിട്ടുള്ള മുദ്രയാണ് പൃഥ്വിമുദ്ര, മറ്റൊന്ന് അഗ്നിമുദ്ര. ഇപ്പൊ പൃഥ്വിമുദ്ര ഏത് രീതിയിലാണ്? ഇപ്പൊ പൃഥ്വിമുദ്ര എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ റിംഗ് ഫിംഗർ ഏതാണോ ഭൂമിയെ പരാമർശിക്കുന്നത്, പിന്നീട് നമ്മുടെ തമ്പ് ഫിംഗർ അതാണ് അഗ്നി തത്വത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭൂമിയും പിന്നീട് അഗ്നിയുടെ ഈ 2 വിരലുകളുടെ അഗ്രഭാഗത്തെ കൂട്ടി യോജിച്ച് വെക്കുമ്പോൾ ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യ മുദ്രയെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് റിംഗ് ഫിംഗർ പിന്നീട് തം ഫിംഗറിന്റെ ടിപ്സ് അഥവാ അഗ്രഭാഗത്തെ കൂട്ടിച്ചേർക്കണം. അപ്പൊ ഇതിലൂടെ എന്തെല്ലാം മാറ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടാം. അപ്പൊ ഈ പൃഥ്വിമുദ്രയിലൂടെ, കാരണം ഇത് പൃഥ്വിമുദ്ര എന്ന് പറയുമ്പോൾ ഭൂമിയാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഭൂമി തത്വത്തെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് അനേക രീതിയിലുള്ള രോഗത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റും. അതായത് ഡയബറ്റീസ് പോലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, അതുപോലെ തന്നെ ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥത ഏതാണോ, അതായത് വീക്ക്നെസ്സുകൾ, ക്ഷീണം, ആയാസം, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്നും മുക്തി നേടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളും, ഉദാഹരണമായിട്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളായിരിക്കാം, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന്, അതുപോലെ നമ്മുടെ മുടി, അതുപോലെ തന്നെ നമ്മുടെ പേശികള്, എല്ലുകള്, ഇതിനെല്ലാം തന്നെ ഇതിൽ എന്തെല്ലാം ഡെഫിഷ്യൻസി എന്ന് നമ്മൾ അനുഭവപ്പെടുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ ഈ പൃഥ്വിമുദ്ര അഥവാ അഗ്നിമുദ്രയിലൂടെയും സാധിക്കുന്നതാണ്. അപ്പൊ പൃഥ്വിമുദ്ര നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ 2 അഗ്രഭാഗത്തെ കൂട്ടിച്ചേർത്ത് നമ്മൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഇത് തടിയില്ലാത്തവർക്ക്, ശാരീരികമായിട്ടും ആരോഗ്യകരമല്ലാത്ത, അഥവാ നമ്മൾ പറയാറുണ്ട് മെലിഞ്ഞിരിക്കുന്നവർക്ക് ഇത് വളരെയധികം ഗുണപ്രദമാണ്. രണ്ടാമത്തേതാണ് അഗ്നിമുദ്ര. അഗ്നിമുദ്ര എന്ന് പറയുമ്പോൾ ഒബീസിറ്റി, അതായത് അധികം തടിയുള്ളവർ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പല ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് തൈറോയിഡ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്വെല്ലിങ്, അതായത് നീർക്കെട്ടുകൾ ഉണ്ടായിരിക്കും, പിന്നീട് അനേകർക്ക് അൾസർ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ കൊളസ്ട്രോൾ കൂടുതലുള്ളവരുണ്ടായിരിക്കും. ഈ എല്ലാവിധ പ്രശ്നങ്ങളെയും, അതുപോലെ തന്നെ കഫക്കെട്ടിന്റെ ആധാരത്തിൽ ഉണ്ടാകുന്ന, അതായത് മൂക്ക് സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങള്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നു. അഥവാ ഈ വിധത്തിലുള്ള അനേക
ശാരീരികമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് വളരെയധികം സഹജമായി മുക്തി നേടാനും സാധിക്കും. അപ്പൊ അഗ്നിമുദ്ര എന്ന് ഏത് വിധത്തിലാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ അഗ്നിമുദ്ര എന്ന് പറയുമ്പോൾ പൃഥ്വി മുദ്ര, അതായത് ഈ റിംഗ് ഫിംഗറിനെ ഇങ്ങനെ മടക്കി വെച്ച് അതിന്റെ മുകളിലായി തം ഫിംഗർ വെക്കുക, അതാണ് അഗ്നിമുദ്ര. അപ്പൊ ഇതിലൂടെ അഗ്നി തത്വം നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുകയും പിന്നീട് നമ്മുടെ ഭൂമി തത്വത്തെ കുറയ്ക്കുകയും ചെയ്യും. അതാണ് നമ്മൾ വണ്ണം കുറയ്ക്കുക, ബോഡിയുടെ വണ്ണം കുറയ്ക്കുന്നത് സഹായിക്കാൻ ഈ അഗ്നിമുദ്ര നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഈ രണ്ട് വിധത്തിലുള്ള, അതായത് മെലിഞ്ഞിരിക്കുന്നവർ പൃഥ്വിമുദ്രയുടെ ആധാരത്തിൽ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അതായത് ശരീരവണ്ണം ഉള്ളവര് അവർ അഗ്നിമുദ്രയിലൂടെ അഥവാ ഈ അഗ്നിമുദ്രയുടെ സഹായത്തിലൂടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് പ്രകാരത്തിലും ഓരോരുത്തരുടെ ശരീരത്തിന്റെ ആധാരത്തിൽ വേണം ഈ ഈസി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ ഇതിലൂടെ നമുക്ക് ഡയബറ്റീസ്, അതുപോലെ തന്നെ അൾസർ, നേരത്തെ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ, ചിലവർക്ക് മുടി കൊഴിച്ചിലുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായിരിക്കുന്ന ഡിസീസ് ഉണ്ടായിരിക്കാം, അതുപോലെ എല്ലുകളുടെ തേയ്മാനം അഥവാ എല്ലുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങള്, ആന്തരികമായിട്ടുള്ള അവയവങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ ഉദര സംബന്ധമായിരിക്കുന്ന രോഗങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പല പ്രോബ്ലംസ് നമ്മുടെ ശരീരത്തിൽ എന്താണോ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൈറോയിഡ് സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ. കാരണം ഇന്ന് പലരും ഈ രോഗാവസ്ഥയിൽ കൂടി തന്നെയാണ് അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഥവാ രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല വിധത്തിലൂടെ മെഡിസിൻ സ്വീകരിക്കുമ്പോഴും കൂടുതൽ നമുക്ക് എഫക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയിലൂടെ. നമ്മൾ എത്രമാത്രം നമ്മളുടെ ഈ ശരീരത്തിലേക്ക് അഥവാ ഊർജത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുവോ, മെഡിസിൻ പ്ലസ് മെഡിറ്റേഷൻ ഇതിന്റെ ആധാരത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രോഗ അവസ്ഥയെ മറികടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മുദ്രകളെ കുറിച്ചാണ്. ഒന്ന് പൃഥ്വിമുദ്ര, മറ്റൊന്ന് അഗ്നിമുദ്ര. ഇത് രണ്ടുമാണ് ഈസി മെഡിറ്റേഷനിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈസി മെഡിറ്റേഷൻ എന്നുള്ളത് ആൽഫ ഹീലിംഗ് ടെക്നിക്കും കൂടിയാണ്. അപ്പൊ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ എത്രത്തോളം ഈ മെഡിറ്റേഷൻ ശ്രദ്ധ കൊടുക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഈ ഈസി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഒന്നിലധികം കൂടുതൽ പ്രാവശ്യം ഒരു 10 മിനിറ്റ് അളവിൽ അഥവാ 20 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്ര തന്നെ നമ്മുടെ അവബോധ മനസ്സിൽ ആൽഫ തരംഗങ്ങളെ അത് രൂപപ്പെടുത്തുകയും അത് നമ്മുടെ ശരീരത്തിൽ മുഴുവനായി വ്യാപിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇത് വളരെയധികം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിയായി മാറുന്നു. അപ്പൊ ഈ ആൽഫ ഹീലിംഗ് മെഡിറ്റേഷൻ അഥവാ ഈസി മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് മറ്റൊരു കാര്യത്തെയും കൂടിയാണ്. അതായത് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ്സ് ആയിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ടോക്സിൻസ് ഉണ്ടോ, അതൊക്കെ പുറന്തള്ളപ്പെട്ട് പോവുക തന്നെ വേണം. അല്ലെങ്കിൽ അത് മറ്റൊരു രോഗത്തിന് അത് കാരണമായി മാറുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മുദ്രയെ ബുദ്ധിയിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു മുദ്രയുടെ പോസ്റ്ററിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. കാരണം കേവലം മുദ്രയുടെ ആധാരത്തിലല്ല രോഗമുക്തി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കണം. അതായത് ബോഡി, മൈൻഡ്, ദ സ്പിരിറ്റ്, ഇത് മൂന്നും കണക്ട് ആയിരിക്കണം. ഏതിനോടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? ദ സുപ്രീം ലൈറ്റ് ആയി നമ്മുടെ മൈൻഡ് കണക്ട് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ മെഡിറ്റേഷനിൽ എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. ഒന്ന്, നമ്മൾ മുദ്രയിലേക്ക് ശ്രദ്ധ കൊടുക്കണം. രണ്ടാമത്തത്, നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്
നമ്മുടെ മനസ്സിനാണ്. മൂന്നാമത്തത് ഞാൻ എന്ന സ്പിരിറ്റ്, ദ ഡിവൈൻ ലൈറ്റ്. നാലാമത്തത് ദ സുപ്രീം പവർ ഹൗസ് ആയിരിക്കുന്ന സുപ്രീം ലൈറ്റ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് തുടങ്ങാം. അപ്പൊ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും സാധാരണ പറയാറുള്ള രീതിയിൽ നമ്മുടെ മനസ്സിന് വളരെയധികം കുളിർമയേകുന്ന സ്ഥാനമായിരിക്കും. നമ്മുടെ മനസ്സ് ഏകാന്തതയെ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ മനസ്സിന് ഏകാന്തമായിരിക്കുന്ന സ്ഥാനം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏത് സ്ഥിതിയിലാണോ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് ബോഡി കംഫർട്ട് ആയിരിക്കുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ 24 മണിക്കൂറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വാസ്തവത്തിൽ 10 to 20 മിനിറ്റ്സ് ചെയ്യേണ്ടതാണ്. ഒന്നിലധികം പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടാനും നിത്യവും ആരോഗ്യവാനായിരിക്കാനും ഇത് നമുക്ക് വളരെയധികം സഹായിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും മെഡിറ്റേഷനിലേക്ക് പോകാം. വളരെ ശാന്തമായിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ മുദ്രയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒന്ന് ഭൂമി മുദ്ര, അതായത് ഭൂമി തത്വവും അഗ്നി തത്വവും രണ്ടും കൂട്ടിച്ചേർത്ത് പിടിക്കും. അഗ്നിമുദ്ര എന്ന് പറയുമ്പോൾ ഭൂമി മുദ്രയ്ക്ക് മുകളിൽ അഗ്നി. അപ്പൊ ഈ രണ്ട് വിധത്തിലുള്ള മുദ്ര, മെലിഞ്ഞവർ ഭൂമി പൃഥ്വി മുദ്രയെ ഒന്ന് പൃഥ്വി മുദ്ര, മറ്റൊന്ന് അഗ്നിമുദ്ര. അപ്പൊ മെലിഞ്ഞിരിക്കുന്നവർ പൃഥ്വി മുദ്രയെ ആധാരമാക്കുക, ശാരീരിക വണ്ണമുള്ളവർ അഗ്നിമുദ്രയെ ആധാരമാക്കുക. ടോട്ടലി റിലാക്സ് സ്റ്റേജിലിരിക്കുക. രണ്ട് കൈകളിലും പൃഥ്വിമുദ്രയുള്ളവർ പൃഥ്വിമുദ്രയെ പാലിക്കുക, അഗ്നിമുദ്രയിൽ ഇരിക്കുന്നവർ രണ്ട് കൈകളിലും അഗ്നിമുദ്രയെ പാലിക്കാം. രണ്ട് കൈകളും കാൽമുട്ടുകൾക്ക് മുകളിൽ വെക്കുക. സ്വസ്ഥമായി ശാന്തമായി റിലാക്സ്ഡ് ആയിരിക്കുക. മൂന്ന് പ്രാവശ്യം ശ്വാസം അകത്തേക്ക് എടുക്കുക. പുറത്തേക്ക്. ഇൻഹേൽ ചെയ്യുമ്പോൾ മനസ്സിൽ ഓക്സിജൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ ഊർജത്തെ അകത്തേക്ക് എടുക്കുന്നതായി ഫീൽ ചെയ്യും. പുറത്തേക്ക് വിടുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വിഷയ വിചാരങ്ങളെ, നെഗറ്റീവ് തോട്ട്സുകളെ പുറത്തേക്ക്. വീണ്ടും ഇൻഹേൽ ചെയ്യുക, എക്സ്ഹേൽ ചെയ്യുക. വീണ്ടും ഇൻഹേൽ, എക്സ്ഹേൽ. ഇപ്പോൾ ടോട്ടലി എൻ്റെ മനസ്സ് ബാഹ്യമായതിൽ നിന്നെല്ലാം
ഇഹലോക ചിന്തകളിൽ നിന്നെല്ലാം തന്നെ മുക്തമായി സ്വയം എന്നിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആന്തരിക ചക്ഷു പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. പുറത്തേക്കുള്ള കണ്ണുകൾ അടഞ്ഞ് എൻ്റെ അകക്കണ്ണ് തുറന്നിരിക്കുന്നു. അകക്കണ്ണിലൂടെ ഞാൻ എൻ്റെ സത്യസ്വരൂപമായ ദിവ്യ പ്രകാശത്തെ ശരീരത്തിൻ്റെ തിരുനെറ്റിയിലായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഊർജസ്വരൂപമായ എൻ്റെ പ്രകാശസ്വരൂപം, ആ ചൈതന്യരൂപം തിരുനാളം പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യപ്രകാശമാണ് ഞാൻ. ശരീരത്തിൻ്റെ ആജ്ഞാചക്രത്തിൽ കുടികൊള്ളുന്ന ദിവ്യ നക്ഷത്രമാണ് ഞാൻ. ദ സ്പിരിറ്റ്, a point of positive energy. എല്ലാ ഭാരത്തിൽ നിന്നും മുക്തമായ അവസ്ഥ. മുകളിലായി ആ സ്വരൂപത്തെ ഞാൻ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. സുപ്രീം പവർ ഹൗസിൽ നിന്നും സന്തോഷത്തിന്റെ ഊർജ പ്രവാഹം എൻ്റെ സഹസ്രാര ചക്രത്തിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രഭാമണ്ഡലം, എന്നിലെ പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആജ്ഞാചക്രത്തിൽ നിന്നും ആ ഊർജ പ്രവാഹം ഡയറക്റ്റ് എൻ്റെ മൂലാധാര ചക്രത്തിൽ നിറയുകയാണ്. മൂലാധാര ചക്രത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും രോഗങ്ങളും ശമനമായി മൂലാധാര ചക്രം വളരെ ആക്റ്റീവായി പ്രവർത്തനശേഷിയുള്ളതായി മാറുന്നു. ഫീൽ ചെയ്യുക. മൂലാധാര ചക്രം ഊർജത്താൽ നിറഞ്ഞ് പവർഫുൾ ആയിക്കൊണ്ടിരിക്കുക. മൂലാധാര ചക്രത്തിൽ നിന്ന്
ഊർജത്തിന്റെ പ്രവാഹം സ്വാധിഷ്ഠാന ചക്രയിൽ നിറയുക. സ്വാധിഷ്ഠാന ചക്രം പ്യൂരിഫിക്കേഷൻ സെന്റർ. എന്റെ സ്വാധിഷ്ഠാന ചക്രം സുപ്രീം ലൈറ്റിന്റെ ഊർജത്താൽ ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നു. പ്രകാശപൂർണമായിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തനശേഷിയുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്നും ഊർജപ്രവാഹം എന്റെ മണിപ്പുര ചക്രത്തിൽ നിറയുകയാണ്. മണിപ്പുര ചക്രം 10 ഇതളുകളുള്ള താമരയെ പോലെ വിടർന്നു. അത് ആക്റ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും ശമനമായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യപൂർണമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സുഗമമായി പ്രവർത്തിക്കുന്നു. മണിപ്പുര ചക്രത്തിൽ നിന്നും ഊർജപ്രവാഹം അനഹത് ചക്രത്തിൽ നിറയുക. ഹൃദയ സംബന്ധമായ എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം വളരെ സുഗമമായി ആക്റ്റീവായി പ്രവർത്തനശേഷിയുള്ളതായി മാറിക്കൊണ്ടിരിക്കും. വിശുദ്ധി അൻഹദ് ചക്രത്തിൽ നിന്ന് വിശുദ്ധി ചക്രത്തിലേക്ക് ഊർജപ്രവാഹം ഉണ്ടാവുകയും സുപ്രീം ലൈറ്റിന്റെ ഊർജം വിശുദ്ധി ചക്രയിൽ നിറയും. ത്രോട്ട് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും ഇല്ലാതാക്കുന്നു. വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ആയിരിക്കുന്നു. സിസ്റ്റം വളരെ സുഗമമായി പ്രവർത്തനശേഷിയുള്ളതായിട്ടുണ്ട്. വിശുദ്ധി ചക്രത്തിൽ നിന്നും വീണ്ടും ആജ്ഞാചക്രത്തിലേക്ക് ഊർജം നിറഞ്ഞു. ടോട്ടൽ ബോഡി ഞാൻ എൻ്റെ മുന്നിൽ കാണിക്കാൻ. എൻ്റെ ശരീരത്തിലെ 7 ചക്രാസും ഇപ്പോൾ ആക്ടിവേറ്റ് ആയിരിക്കുക.
പ്രകാശപൂർണമായിരിക്കണം. എൻ്റെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ് എനർജീസ്, എൻ്റെ ചിന്തകളിലെ എല്ലാ നെഗറ്റിവിറ്റീസ്, എല്ലാവിധ ടോക്സിൻസ് പുറന്തള്ളപ്പെട്ട് ഞാൻ ആരോഗ്യപൂർണമായി I am mentally healthy, emotionally healthy, and even physically healthy. സമ്പൂർണ്ണ ആരോഗ്യപ്രാപ്തിയുള്ളവനായി ഞാൻ മാറിയിരിക്കുന്നു. ഈ നിമിഷം ഈ ശ്രേഷ്ഠ ഭാഗ്യം നൽകിയ സുപ്രീം ലൈറ്റ്, സുപ്രീം പവർ ഹൗസായ ആ പരമശക്തിയോട് ഞാൻ നന്ദി സൂചിപ്പിക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി. ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏവരും ശ്രദ്ധിച്ചു. ഇതിനെ ഫോളോ ചെയ്യുക. ഇതിൽ പ്രധാനമായും മുദ്ര, അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടത് നിർബന്ധമാണ്. വീണ്ടും കാണാം. അതുവരെ ഓം ശാന്തി.